തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് കോർപ്പറേഷനിൽ വിവിധ മുന്നണികളുടെ സ്ഥാനാർത്ഥി നിർണയം അന്തിമഘട്ടത്തിലേക്കാണ്. കോൺഗ്രസിന്റെയും ലീഗിന്റെയും അവസാനവട്ട ചർച്ചകൾ നടക്കുകയാണ്. കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിലെയും മൂന്നാലിങ്ങൽ വാർഡിലെയും തർക്കങ്ങളാണ് ലീഗിന് തലവേദന. RJDയുമായുള്ള വാർഡ് വിഭജന തർക്കങ്ങൾ ഇടതുമുന്നണിയിലും സ്ഥാനാർത്ഥി നിർണയം വൈകിപ്പിക്കുകയാണ്. സ്ഥാനാർത്ഥി നിർണയത്തിനായി BJPയുടെ ജില്ലാതല കോർ കമ്മിറ്റി നാളെ ചേരും. VS രഞ്ജിത്ത് വിവരങ്ങളുമായി. രഞ്ജിത്ത്, എങ്ങനെയാണ് കോഴിക്കോട് കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പാർട്ടികളുടെ മുന്നൊരുക്കം? സ്മൃതി, കോഴിക്കോട് കോർപ്പറേഷനെ സംബന്ധിച്ച് ഇടതുപക്ഷത്തിന് മൃഗീയ ഭൂരിപക്ഷമുള്ള ഒരു കോർപ്പറേഷനാണ്. പക്ഷേ ഇത്തവണ അവിടെ അട്ടിമറികൾ സംഭവിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് UDF ഉള്ളത്. അതേ പ്രതീക്ഷ BJPയും വെച്ചു പുലർത്തുന്നുണ്ട്. CPMനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സീറ്റ് ധാരണകളൊക്കെ ഏകദേശം പൂർത്തിയായിട്ടുണ്ടെങ്കിലും RJDയുമായുള്ള ചില തർക്കങ്ങളാണ് നിലനിൽക്കുന്നത്. RJDയുടെ നടക്കാവ് സീറ്റ് പോലുള്ള പ്രധാനപ്പെട്ട സീറ്റുകൾ CPM ഏറ്റെടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അക്കാര്യത്തിൽ ചർച്ചകൾ പുരോഗമിക്കുന്നു. RJDയുമായുള്ള ചർച്ചകൾ വഴിമുട്ടി നിൽക്കുന്നതുകൊണ്ട് NCPയുമായിട്ടോ INLുമായിട്ടോ ഒന്നും സീറ്റ് ധാരണകൾ പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. ഇന്ന് ആ സീറ്റ് ധാരണകൾ LDF പൂർത്തിയാക്കും. UDFനെ സംബന്ധിച്ച് എത്ര സീറ്റുകളിൽ മത്സരിക്കണം എന്ന കാര്യത്തിൽ കോഴിക്കോട് കോർപ്പറേഷനിൽ UDFിൽ ധാരണയായിട്ടുണ്ട്. പക്ഷേ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ മുതിർന്ന നേതാക്കന്മാർ KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള PM നിയാസ്, അതുപോലെ വിദ്യാ ബാലകൃഷ്ണൻ, ആദം മുൽസി തുടങ്ങിയ ആളുകളെയൊക്കെ കളത്തിലിറക്കണം. ഇതിൽ ആരായിരിക്കും മേയർ സ്ഥാനാർത്ഥി എന്ന് ചോദിച്ചാൽ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി വരും എന്നല്ലാതെ DCC പ്രസിഡന്റ് മറ്റു സൂചനകളൊന്നും നൽകിയിട്ടില്ല. VM വിനുവിനെ പോലെ, ജോയ് മാത്യുയെ പോലുള്ള ആളുകളൊക്കെ കളത്തിലിറക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ രണ്ടുപേരും തയ്യാറായിട്ടില്ല എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലീഗിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും ശക്തി കേന്ദ്രമായിട്ടുള്ള കോഴിക്കോട് സൗത്ത് മേഖലയിൽ മുഖദാർ, കുറ്റിച്ചിറ, പയ്യാനക്കൽ, കപ്പക്കൽ, നദീനഗർ തുടങ്ങിയ എല്ലാ വാർഡുകളിലും അവർക്ക് വിമത ശല്യം രൂക്ഷമായി ഉണ്ട് എന്നുള്ളതാണ്. കപ്പക്കലൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട വാർഡുകൾ. അവിടെയൊക്കെ തന്നെ ഒരു വനിതാ സ്ഥാനാർത്ഥി വന്നാൽ അതിന് ഓപ്പോസിറ്റായി മത്സരിക്കാൻ ലീഗിൽ തന്നെയുള്ള ആളുകളുണ്ട്. BJPയെ സംബന്ധിച്ച് അവരുടെ കോർ കമ്മിറ്റി യോഗം നാളെയാണ്. അവർക്ക് സ്ഥാനാർത്ഥി എന്തൊക്കെ കൗതുകങ്ങളാണ് രാഷ്ട്രീയ പാർട്ടികൾ നിറച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അറിയേണ്ടത്. VS രഞ്ജിത്താണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ.